Good afternoon. Good afternoon, Good ma'am. afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. Good Good afternoon. afternoon, ma'am. Good afternoon. എല്ലാവർക്കും good afternoon കേട്ടോ. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ കുറച്ച് പിക്ചേഴ്സ് കാണിക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഇവിടെ അപ്ലോഡ് ചെയ്തിട്ട് ശരിയാവുന്നില്ല. ക്ലാസ് കഴിയാൻ നേരത്ത് ഒന്നും കൂടി ചെയ്ത് നോക്കാം കേട്ടോ. അപ്പൊ കാണുവാണെങ്കിൽ കാണാൻ പറ്റുവാണെങ്കിൽ നമുക്ക് കാണാം, അല്ലെങ്കിൽ നെക്സ്റ്റ് ക്ലാസ് ആവും കേട്ടോ. ഇവിടെ ഒരു സ്റ്റാഫ് ഉണ്ട് ചെയ്യുന്നത്, ആളൊന്ന് ലീവാണ്. അപ്പൊ ശരിയാകുന്നില്ല, ഇവിടെ അപ്ലോഡ് ചെയ്തിട്ട് റെഡി ആവുന്നില്ല. നമുക്ക് നോക്കാം, ട്രൈ ചെയ്ത് നോക്കാം, എന്നിട്ട് നോക്കാം കേട്ടോ. ഓക്കെ, നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ ട്രഡീഷണൽ ഹെൽത്ത് കെയർ സിസ്റ്റത്തെ കുറിച്ച് പറഞ്ഞു, ആയുർവേദയെ കുറിച്ച് പറഞ്ഞു, യോഗ പറഞ്ഞു, യുനാനി പറഞ്ഞു, സിദ്ധ സിസ്റ്റം പറഞ്ഞു, നാച്ചുറോപ്പതി പറഞ്ഞു. അതുകൂടാതെ ഹെൽത്ത് കെയർ സിസ്റ്റത്തിനെ ഒരു 3 ഫേസസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ആ 3 ഫേസസിൽ ആദ്യത്തേതാണ് ഇനീഷ്യൽ ഫേസ് ഓഫ് 1947 to 1983 അല്ലെ. ആ ഒരു സമയത്ത് എന്താണ്, 2 ബ്രോഡ് പ്രിൻസിപ്പിൾ ആണ് ഇവിടെ നടപ്പിലാക്കിയത്. ഒന്ന്, ആരും ചികിത്സ കിട്ടാത്തത് മൂലം ആർക്കും പണമില്ലാത്തത് മൂലം ചികിത്സ നിഷേധിക്കാൻ പാടില്ല. 2, സ്റ്റേറ്റിന്റെ ഡ്യൂട്ടിയാണ് ആളുകൾക്ക് ഹെൽത്ത് കെയർ കൊടുക്കുക എന്നുള്ളത്. രണ്ടാമത്തെ ഫേസ് പറഞ്ഞു 1983 to 2000. ഒരു നാഷണൽ ഹെൽത്ത് പോളിസി പ്രൊക്ലെയിം ചെയ്തത് 1983-ലാണ്. അതുപോലെ തന്നെ പ്രൈവറ്റ് മേഖലയെ കൂടി കൂടുതലായിട്ട് ഉൾപ്പെടുത്തി ഹെൽത്ത് കെയർ മേഖല ഡെവലപ്പ് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുള്ള ഒരു കാലഘട്ടമായിരുന്നു അത്. അതുപോലെ തന്നെ നാഷണൽ ഹെൽത്ത് പ്രോഗ്രാംസ് ഇംപ്ലിമെന്റ് ചെയ്തത് ഈ ഒരു സെക്കൻഡ് ഫേസിലാണ്. ദെൻ മൂന്നാമത്തേത് പറഞ്ഞു തേർഡ് ഫേസ് പോസ്റ്റ് 2000. ഇതിനകത്ത് നമുക്ക് 2 പേരെയും ഒരുമിച്ച് കാണാൻ പറ്റും. ആരെയാണ്? പബ്ലിക് സെക്ടറിനെയും പ്രൈവറ്റ് സെക്ടറും. അത് 2 പേരും കമ്പൈൻ ചെയ്തുകൊണ്ട് ഹെൽത്ത് കെയർ സിസ്റ്റം കൂടുതൽ വിപുലീകരിക്കാനായിട്ട് തുടങ്ങി. അതുപോലെ തന്നെ ഇൻഷുറൻസ്, ലിബറലൈസേഷൻ ഓഫ് ഇൻഷുറൻസിന്റെ കടന്നുവരവ് നമുക്ക് ഇതിനകത്ത് കാണാനായിട്ട് സാധിക്കും. ഗവൺമെന്റ് എന്ന് പറയുന്നത് ഒരു ഫിനാൻഷ്യൽ ആയിട്ട് പ്രവർത്തിക്കാനായിട്ട് തുടങ്ങി. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു വെച്ചത്. എല്ലാവരും വീട്ടിലിരുന്ന് വായിക്കുകയൊക്കെ ചെയ്തല്ലോ. ഓക്കെ, അന്നന്ന് എടുക്കുന്നത് അന്നന്ന് തന്നെ വായിച്ചു പോകട്ടോ, അല്ലെങ്കിൽ പിന്നെ പെൻഡിങ് വരും. അത് നിങ്ങൾക്ക് കൂടുതൽ ബുദ്ധിമുട്ടാവും. ഓക്കെ, ഇപ്പൊ നമ്മള് പഠിക്കുന്നത് ചെറിയ ചാപ്റ്റേഴ്സ് ആണ്. ഇനി വരാൻ കിടക്കുന്നതാണ് വലിയ വലിയ ചാപ്റ്റേഴ്സ്. അപ്പൊ ചെറുത് എന്ത് ചെയ്യാം, പഠിച്ച് ഒതുക്കി പോവുക. ഓക്കെ, അപ്പൊ ഞാനിവിടെ ഓഡിയോ മ്യൂട്ട് ചെയ്യാനായിട്ട് പോവാണ്. ലാസ്റ്റ് സമയം തരാം ചോദിക്കാനും ഡിസ്കസ് ചെയ്യാനും. ഓക്കെ ഓക്കെ, ചെയ്തോട്ടെ, വിത്ത് യുവർ പെർമിഷൻ. Okay, ma'am. ആദ്യം ഒരു 3 മിനിറ്റ് എടുത്തിട്ട് നിങ്ങൾ ആ ഒരു കാര്യം, അതായത് ഹെൽത്ത് കെയർ ഇൻഫ്രാസ്ട്രക്ചർ ഇൻ റൂറൽ ഏരിയാസ് ബീൻ ഡെവലപ്ഡ് ആസ് എ 3-tier സിസ്റ്റം. ആ 3 കാര്യങ്ങൾ, സബ് സെന്റർ കൊടുത്തിട്ടുണ്ട്, പ്രൈമറി ഹെൽത്ത് സെന്റർ കൊടുത്തിട്ടുണ്ട്, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ കൊടുത്തിട്ടുണ്ട്. അതൊരു 3 മിനിറ്റ് എടുത്ത് മൈൻഡിൽ റീഡ് ചെയ്യുക. റീഡ് ചെയ്തതിന് ശേഷം തമ്പ് ചെയ്യുക. ഓക്കെ, റീഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും. എന്നിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യും. ഒന്ന് വായിക്കുക കേട്ടോ ആദ്യം.
ഓക്കെ, വായിച്ചു കഴിഞ്ഞു. ഓക്കെ, നോക്കിയ നിങ്ങള് ദ ഹെൽത്ത് കെയർ ഇൻഫ്രാസ്ട്രക്ചർ ഇൻ റൂറൽ ഏരിയാസ് ഹാസ് ബീൻ ഡെവലപ്ഡ് ആസ് എ 3-tier സിസ്റ്റം. അതായത് ഹെൽത്ത് കെയർ ഇൻഫ്രാസ്ട്രക്ചർ, അതായത് ഒരു ഹെൽത്ത് കെയർ ആരോഗ്യ സംവിധാനത്തിന്റെ ഒരു രൂപരേഖ അല്ലെങ്കിൽ ഒരു അടിസ്ഥാന രേഖ റൂറൽ ഏരിയാസിൽ ഡെവലപ്പ് ചെയ്തത് 3-tier സിസ്റ്റം ആയിട്ടാണ്. ഓക്കെ, നമ്മള് ഒരു ഹെൽത്ത് കെയറിന്റെ ഇൻഫ്രാസ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ റൂറൽ ഏരിയാസിൽ നോക്കുമ്പോൾ 3 തരത്തിൽ അല്ലെങ്കിൽ 3-tier സിസ്റ്റത്തിലൂടെയാണ് അത് രൂപപ്പെട്ടു വന്നിട്ടുള്ളത്. അപ്പൊ എന്താണ് ആ 3-tier സിസ്റ്റം എന്ന് നോക്കാം നമുക്ക്. ഫസ്റ്റ് വൺ ഈസ് സബ് സെന്റർ. ഓക്കെ, അപ്പോ ഹെൽത്ത് കെയർ സിസ്റ്റത്തിന്റെ ആദ്യത്തെ ഒരു എന്താണ് ഫേസ് ആണ് അല്ലെങ്കിൽ ഒരു ഘട്ടം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് സബ് സെന്റർ ആണ്. എന്താണ് സബ് സെന്റർ എന്ന് നോക്കാം. ഇൻ റൂറൽ ഏരിയാസ് health sub-centers make up the institutional basis of primary care. സബ്-സെന്റർ എന്ന് പറയുന്നത് അടിസ്ഥാനപരമായിട്ടും ഒരു പ്രൈമറി കെയർ കൊടുക്കുന്ന അല്ലെങ്കിൽ പ്രാഥമികമായിട്ടുള്ള ഒരു കെയർ കൊടുക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. സബ്-സെന്റർ എന്ന് പറഞ്ഞാൽ ഹെൽത്ത് സെന്റർ ആണ്. ഓക്കെ, നിങ്ങളുടെ അടുത്തൊക്കെ ഓരോ ഹെൽത്ത് സെന്റർ ഉണ്ടാവുമല്ലോ, ഇല്ലേ? നിങ്ങൾ ഹെൽത്തിൽ പോയിട്ടില്ലേ? ഉണ്ടോ ഇല്ലയോ? ഹെൽത്ത് കണ്ടിട്ടുണ്ടോ? ഹെൽത്ത് സെന്റർ കണ്ടിട്ടുണ്ടോ? വീടിന്റെ തൊട്ടടുത്തുള്ള ഹെൽത്ത് സെന്റർ ഉണ്ട്. അതിനെയാണ് സബ് സെന്റർ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ സബ് സെന്റർ ഈസ് ഓൾസോ നോൺ ആസ് ഹെൽത്ത് സെന്റർ. അവിടെ നമുക്ക് കിട്ടുന്ന കെയർ എന്ന് പറഞ്ഞാല് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബേസിസ് ഓഫ് പ്രൈമറി കെയർ, പ്രാഥമികമായിട്ടുള്ള കെയർ മാത്രമാണ് നമുക്ക് അവിടെ നിന്ന് ലഭിക്കുക. ഓക്കെ, ഇറ്റ് ടിപ്പിക്കലി പെർഫോംസ് ബേസിക് മെഡിക്കൽ സർവീസസ്, ഇമ്മ്യൂണൈസേഷൻ, അതുപോലെ തന്നെ ബേസിക് ആയിട്ടുള്ള മെഡിക്കൽ സർവീസ്, അടിസ്ഥാനപരമായിട്ടുള്ള മെഡിക്കൽ സേവനങ്ങളാണ് അവിടെ നിന്ന് നമുക്ക് കിട്ടിയത്. ഫോർ എക്സാമ്പിൾ ഇമ്മ്യൂണൈസേഷൻ, പ്രതിരോധ കുത്തിവയ്പ്പുകൾ. നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ കൊണ്ടൊക്കെ അവിടെ പോവാറുണ്ട്, ഹെൽത്തിൽ പോവാറുണ്ട് അല്ലെ? അല്ലെങ്കിൽ പ്രഗ്നന്റ് ആയിട്ടുള്ള ലേഡീസ് ഒക്കെ എന്ത് ചെയ്യാറുണ്ട്? ഹെൽത്തിൽ പോകാറുണ്ട്. അപ്പൊ ഇമ്മ്യൂണൈസേഷന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ പ്രതിരോധ കുത്തിവയ്പ്പുകൾ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഏറിയ ജനങ്ങളും എങ്ങോട്ട് പോകുന്നത്? ഹെൽത്ത് സെന്ററിലേക്ക് പോകുന്നത്. ഓക്കെ, then and referral sub centers are usually temporary structure. ഇതിന് ഒരു പെർമനന്റ് ആയിട്ടുള്ള സ്ട്രക്ചർ അല്ല ഉള്ളത്, മറിച്ച് ടെമ്പററി സ്ട്രക്ചർ ആണ് സബ് സെന്റർ എന്നുള്ളത്. നമുക്കറിയാം, നമ്മുടെ ഈ ഹെൽത്ത് സെന്റർ എന്ന് പറഞ്ഞാല് ഡെയിലി പ്രവർത്തിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ല. ആഴ്ചയിൽ 2-3 ദിവസമായിരിക്കും, അല്ലെങ്കിൽ ആഴ്ചയിൽ 1-2 ദിവസമൊക്കെ ആയിരിക്കും എന്ത് പ്രവർത്തിക്കുക? ഈ ഹെൽത്ത് സെന്റർ അല്ലെങ്കിൽ സബ് സെന്റർ പ്രവർത്തിക്കുക. അതുകൊണ്ട് തന്നെ ഇതിന് എന്ത് സ്ട്രക്ചർ ആണ്? ടെമ്പററി സ്ട്രക്ചർ ആണ്. ഓക്കെ, അപ്പൊ അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. ടെമ്പററി സ്ട്രക്ചർ എന്ന് പറയുന്നത് അണ്ടർലൈൻ ചെയ്യുക. Then typically performs basic medical services, immunization. അതും എന്ത് ചെയ്യുക? അണ്ടർലൈൻ ചെയ്ത് പോവുക. ഓക്കെ, അടുത്ത നമുക്ക് നോക്കാം. എംപ്ലോയിങ് 1-2 കെയർ വർക്കേഴ്സ് ഇൻ മോസ്റ്റ് ലൊക്കേഷൻ. അതായത് ഇവിടെ ജോലി എടുക്കുന്ന ആളുകൾ എന്ന് പറയുന്നത് 1-2 ആളുകളായിരിക്കാം. എവിടെ ജോലി എടുക്കുന്നത്? ഹെൽത്ത് സെന്ററിൽ ജോലി എടുക്കുന്നത്. ഒരു ഡോക്ടർ ഉണ്ടാവാം, ഒരു നഴ്സ് ഉണ്ടാവാം, അല്ലെങ്കിൽ ഒരു ഡോക്ടറും 2 നഴ്സുമാരും ആയിരിക്കും. അവിടെ ജോലി ചെയ്യുന്ന എംപ്ലോയീസിന്റെ എണ്ണം എന്ന് പറയുന്നത് 1-2 കൂടുതൽ ആളുകളിൽ വരില്ല. ആ ഒരു ലിമിറ്റേഷൻ എപ്പോഴും എവിടെയുണ്ട്? സബ് സെന്ററിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. Then each sub-center is supposed to provide indispensable for up to 5,000 individuals. The sub-centers are complemented by community health workers under supervision of the sub-center. അതുപോലെ തന്നെ ഒരു സബ് സെന്റർ 5000 ആളുകൾക്ക് എന്ത് കൊടുക്കുന്നുണ്ട്? സേവനം കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ഒരു ഗ്രാമപ്രദേശത്താണ് ഒരു സബ് സെന്റർ ഉള്ളതെങ്കിൽ അവിടെ ഏകദേശം 5000 ആളുകൾ ഉണ്ടാകാം. അവർക്ക് മുഴുവനും ആര് സേവനം കൊടുക്കുന്നുണ്ട്? സബ് സെന്റർ സർവീസ് നൽകുന്നുണ്ട്. അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി ഹെൽത്ത് വർക്കേഴ്സ് എവിടെയാണ് പ്രവർത്തിക്കുന്നത്? സബ് സെന്ററിലാണ് പ്രവർത്തിക്കുന്നത്. അവരാണ് അവിടെയുള്ള കാര്യങ്ങൾക്ക് മേൽനോട്ടം നൽകുന്നത്. നമുക്കറിയാം, കമ്മ്യൂണിറ്റി വർക്കേഴ്സ്, ആശാ വർക്കർ പോലുള്ള ആളുകളൊക്കെ ഉണ്ടല്ലേ ധാരാളം. അവർക്ക് ഏതിന്റെ അണ്ടറിലാണ് പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ ഏതിന്റെ റെപ്രസെന്റേറ്റീവ് ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്? സബ് സെന്ററിന്റെ റെപ്രസെന്റേറ്റീവ് ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്.
ഓക്കെ, അപ്പൊ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഒന്നും കൂടി പറയാം. ബേസിക് പ്രൈമറി കെയർ ആണ് നമുക്ക് സബ് സെന്ററിൽ നിന്ന് കിട്ടുക. അതുപോലെ തന്നെ ബേസിക് മെഡിക്കൽ സർവീസ്, ഇമ്മ്യൂണൈസേഷൻ പോലുള്ള കാര്യങ്ങളും സബ് സെന്ററിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇതൊരു ടെമ്പററി സ്ട്രക്ചർ ആണ്. ദെൻ 1-2 കെയർ വർക്കേഴ്സ് ആണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, സർവീസ് നടത്തുന്നത്. അതുപോലെ തന്നെ ഒരു സബ് സെന്റർ 5000 പേർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, സേവനം കൊടുക്കുന്നുണ്ട്. അഥവാ ട്രീറ്റ്മെന്റ് നമുക്ക് പറയാൻ പറ്റില്ല, സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി ഹെൽത്ത് വർക്കേഴ്സ് സബ് സെന്ററിന്റെ ഭാഗമായിട്ടാണ് പ്രവർത്തിച്ച് വരുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? നമുക്ക് അടുത്തത് നോക്കാം. പ്രൈമറി ഹെൽത്ത് സെന്റർ. എന്താണ് പ്രൈമറി ഹെൽത്ത് സെന്റർ? അപ്പൊ അത് വായിക്കുന്നതിന് മുമ്പായിട്ട് ഞാനൊരു കാര്യം പറയാം. നിങ്ങളുടെ അടുത്തുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെയാണ് പ്രൈമറി ഹെൽത്ത് സെന്റർ എന്ന് പറയുന്നത്. കുടുംബാരോഗ്യ കേന്ദ്രം അല്ലെങ്കിൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം എന്ന് ബോർഡ് വെച്ചിട്ടുണ്ടാകും. നിങ്ങൾ ഒരിക്കലെങ്കിലും അവിടെ പോയിട്ടുണ്ടാകും. നമുക്ക് എന്തെങ്കിലും രോഗങ്ങൾ വന്നു കഴിഞ്ഞാല് നമ്മൾ പോകുന്ന ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് അത് പ്രൈമറി ഹെൽത്ത് സെന്റർ ആണ്. ഓക്കെ, അത് മനസ്സിലാക്കി വെക്കുക. ദെൻ അത് നമുക്ക് നോക്കാം. PHCs are usually small, about 5 beds. PHC എന്ന് പറയുന്നത്, അതായത് പ്രൈമറി ഹെൽത്ത് സെന്ററിന്റെ ഷോർട്ട് ഫോം ആണിത് PHC എന്ന് പറയുന്നത്. അതെന്ന് പറഞ്ഞാൽ യൂഷ്വലി സ്മോൾ, ഏകദേശം ചെറുത് തന്നെയാണ്. about 5 beds, 5 കിടക്കകൾ വരെയുള്ള ഒരു ചെറിയ ഹോസ്പിറ്റലിനെയാണ് എന്ത് പറയാ, പ്രൈമറി ഹെൽത്ത് സെന്റർ എന്ന് പറയാം. ഓക്കെ, 1-2 qualified doctors and 14 paramedics or support staff. PHC is typically a referral unit for sub-center cluster of about 6. അതായത് ഈ PHCയിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും, 1-2 ക്വാളിഫൈഡ് ഡോക്ടേഴ്സ് ഉണ്ടാകും. 1-2 ഡോക്ടർമാർ എവിടെ കാണാം, PHCയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ 14 പാരാമെഡിക്സ് സ്റ്റാഫുകൾ ഉണ്ടാകും. അതുപോലെ തന്നെ സപ്പോർട്ട് സ്റ്റാഫുകളും PHCയിൽ ഉണ്ടാവുന്നതാണ്. ഈ PHC എന്ന് പറയുന്നത് സബ് സെന്റർ ക്ലസ്റ്റർ ഓഫ് എബൌട്ട് 6, അതായത് 6 സബ് സെന്ററുകൾക്ക് ഒരു PHC എന്നാണ് കണക്ക്. ഓക്കെ, 1:6, അതായത് ഒരു PHCയുടെ അണ്ടറിലാണ് 6 സബ് സെന്റർ വരിക. ഓക്കെ, ഞാൻ പറഞ്ഞു എല്ലാ ഗ്രാമത്തിലും ഒരു സബ് സെന്റർ ഉണ്ടാകും. 6 സബ് സെന്ററിന് നേതൃത്വം നൽകുന്നത് അല്ലെങ്കിൽ സൂപ്പർവിഷൻ കൊടുക്കുന്നത് ഒരു PHC ആണ്. ചിലപ്പോൾ എക്സാമിന് ചോദിക്കാം, ഒരു PHCയുടെ അണ്ടറില് എത്ര സബ് സെന്റർ ആണ് വരിക? ഏതാണ് ഉത്തരം കൊടുക്കുക? നിങ്ങള് എത്രയാ പറയാ, എത്ര സബ് സെന്റർ ആ ഉള്ളത് ഒരു PHCയുടെ അണ്ടറില്? 6 ആണ് ഉള്ളത്. ഓക്കെ, അതുപോലെ തന്നെ the primary health care center are in charge of 6 sub center each. അത് ഞാൻ പറഞ്ഞു. In addition to outpatient treatment, most PHCs facilitate inpatient treatment with 4 to 6 beds. As per the plan, PHC serves 30,000 people. അപ്പൊ ഒരു PHCക്ക് 6 സബ് സെന്റർ എന്ന് പറയുന്ന കണക്കാണ് നമ്മൾ ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ PHCയിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഔട്ട് പേഷ്യന്റ് ട്രീറ്റ്മെന്റ് എടുക്കാനായിട്ട് പറ്റും. ഔട്ട് പേഷ്യന്റ് ട്രീറ്റ്മെന്റ് അവിടെ ലഭ്യമാണ്, അവൈലബിൾ ആണ്. ഔട്ട് പേഷ്യന്റ് ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പുറത്തുനിന്ന് ഒരാള് ചെല്ലുന്നു, അതായത് അസുഖമായിട്ട് ചെല്ലുന്നു, അവിടെ ചെല്ലുന്നു, ഡോക്ടറെ കാണിക്കുന്നു, മരുന്ന് മേടിക്കുന്നു, തിരിച്ചു പോകുന്നു. ദിസ് ഈസ് ഔട്ട് പേഷ്യന്റ് ട്രീറ്റ്മെന്റ്. ഓക്കെ, ഇൻപേഷ്യന്റ് ട്രീറ്റ്മെന്റ് ഉണ്ട്, ഔട്ട് പേഷ്യന്റ് ട്രീറ്റ്മെന്റ് ഉണ്ട്. ഇൻപേഷ്യന്റ് ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാല് രോഗി ഡോക്ടറെ കാണുന്നു, അസുഖം കൂടുതലായതുകൊണ്ട് ഡോക്ടർ എന്ത് ചെയ്യാം, അവിടെ അഡ്മിറ്റ് ചെയ്യാം. അങ്ങനെ അവിടെ അഡ്മിറ്റ് ആക്കി അയാളെ കിടത്തി ചികിത്സ നടത്തുന്നതിനെയാണ് ഇൻപേഷ്യന്റ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. എന്നാൽ ഔട്ട് പേഷ്യന്റ് ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാല് രോഗി അവിടെ അഡ്മിറ്റ് ആക്കുന്നില്ല, മറിച്ച് ഡോക്ടറെ കണ്ട് മരുന്ന് വാങ്ങിച്ച് രോഗി വീട്ടിലേക്ക് പോകുന്നതിനെയാണ് ഔട്ട് പേഷ്യന്റ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഔട്ട് പേഷ്യന്റ് ട്രീറ്റ്മെന്റ് എവിടെയാണ് നൽകുന്നത്? അത് PHCയിലാണ് കൊടുക്കുന്നത്.
ഓക്കെ, അതുപോലെ തന്നെ മോസ്റ്റ് PHSCs facilitate inpatient treatment with 4 to 6 beds. അതായത് കൂടുതലും PHSCകൾ എന്ത് കൊടുക്കുന്നുണ്ട്, ഇൻപേഷ്യന്റ് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നുണ്ട്. ആളുകളെ കിടത്തി ചികിത്സ നടത്തുന്ന PHSCകളും ഉണ്ട്. 4 to 6 beds, 4 തുടങ്ങി 6 കിടക്കകൾ വരെ അവൈലബിൾ ആയിട്ടുള്ള PHSCകള് നമ്മുടെ നാട്ടില് ഉണ്ട്. അവിടെ എന്ത് കിടക്കകൾ ഉണ്ടെങ്കിൽ മാത്രമാണ് എന്ത് കൊടുക്കാൻ സാധിക്കുക, പേഷ്യന്റ് ട്രീറ്റ്മെന്റ് കൊടുക്കാനായിട്ട് സാധിക്കുക അല്ലെ. ബെഡില്ലെങ്കിൽ എന്ത് കൊടുക്കാൻ പറ്റില്ല, നമുക്ക് ആളുകൾക്ക് കിടത്തി ചികിത്സ ലഭ്യമാക്കാനായിട്ട് പറ്റില്ല. അപ്പോ PHC എന്ന് പറയുന്നത് 4 തുടങ്ങി 6 കിടക്കകൾ വരെ അവൈലബിൾ ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റൽ കൂടിയാണ്. അത്രയും ആളുകളെ അവിടെ കിടത്തി ചികിത്സ കൊടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ PHC എന്ന് പറയുന്നത് 13,000 പീപ്പിളിനെ ട്രീറ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ സർവീസ് കൊടുക്കുന്നുണ്ട്. 30,000 ആളുകളെ സർവീസ് കൊടുക്കുന്ന ഒരു ഹോസ്പിറ്റൽ കൂടിയാണത് ഈ PHC എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ ഒന്നുകൂടി ചുരുക്കി പറയാം. PHC എന്ന് പറഞ്ഞാല് സ്മോൾ ആണ്, 5 beds. അതുപോലെ തന്നെ 1 to ക്വാളിഫൈഡ് ഡോക്ടേഴ്സ് അവിടെ ഉണ്ടാകാം, 14 പാരാമെഡിക് സ്റ്റാഫ് ഉണ്ടാകാം. അതുപോലെ തന്നെ ഒരു സബ് സെന്റർ, അതായത് ഈ PHC എന്ന് പറയുന്നത് 6 സബ് സെന്ററുകളുടെ ഒരു സൂപ്പർവിഷൻ ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഔട്ട് പേഷ്യന്റ് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നു. ദെൻ എന്താ പറയാ, മോസ്റ്റ് ഇൻപേഷ്യന്റ് ട്രീറ്റ്മെന്റും കൊടുക്കുന്നുണ്ട് 4 to 6 beds വരെ. പിന്നെ 30,000 പേരെ അവിടെ ഇത് കൊടുക്കുന്നുണ്ട്, സേവനം നൽകുന്നു. ഓക്കെ, ക്ലിയർ? അടുത്തതാണ് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റേഴ്സ്. നോക്കാം നമുക്ക് എന്താണ്. The secondary sector of Indian healthcare system contains rural hospital and community health centers serving 4 PHC. ഈ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ എന്ന് പറഞ്ഞാൽ CHC എന്നാണ് ഇത് ഷോർട്ട് ഫോം വരുന്നത്. നമ്മുടെ താലൂക്കിലുള്ള അല്ലെങ്കിൽ താലൂക്ക് ഗവൺമെന്റ് ആശുപത്രികളെയാണ് നമുക്ക് എന്ത് പറയാനായിട്ട് പറ്റുക, CHC എന്ന് പറയാനായിട്ട് പറ്റുക. ഏറ്റവും മോസ്റ്റ് അല്ലെങ്കിൽ ഏറ്റവും നമ്മൾക്ക് സിമ്പിൾ ആയിട്ട് എടുക്കുന്ന എക്സാമ്പിൾ ആണ് താലൂക്ക് ഹോസ്പിറ്റൽ. നമ്മുടെ മുനിസിപ്പാലിറ്റികളിലുള്ള അല്ലെങ്കിൽ നമ്മുടെ നഗരത്തിലുള്ള ഒരു ഹോസ്പിറ്റലിൽ താലൂക്ക് ഹോസ്പിറ്റലുകളെ നമുക്ക് എന്ത് പറയാം, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ എന്ന് വിളിക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡറി സെക്ടർ ഓഫ് ഇന്ത്യൻ ഹെൽത്ത് കെയർ സിസ്റ്റം ആണ്. അതായത് എന്താ പറയുക, ദ്വിതീയ മേഖലയിൽ സെക്കൻഡറി സിസ്റ്റത്തിൽ വരുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണത് ഈ ഒരു കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരു കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ അഥവാ ഒരു CHC എന്ന് പറയുന്നത് 4 PHC ആണ് സെർവ് ചെയ്യുന്നത്. അതായത് 4 PHCകൾ കൂടിയിട്ട് ഒരു CHC ആണ് ഉണ്ടാവുക. ഞാൻ പറഞ്ഞു നമ്മുടെ ടൗണില്, നമ്മുടെ തൊട്ടടുത്തുള്ള നമ്മുടെ പ്രധാനപ്പെട്ട ടൗണിൽ കാണുന്ന ഹോസ്പിറ്റലാണ് ഈ ഒരു CHC എന്ന് പറയുന്നത്. അപ്പൊ ഈ CHC എന്ത് ചെയ്യുന്നുണ്ട്, 4 PHCകൾക്ക് സേവനം കൊടുക്കുന്നുണ്ട്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ പോകുന്നത് ഈ CHC ന്നാണ്. അതുപോലെ തന്നെ PHCയിൽ എന്തെങ്കിലും ചികിത്സ അവൈലബിൾ അല്ലെങ്കിൽ എങ്ങോട്ട് പോകാം, CHCയിലോട്ട് പോകാം. ഫോർ എക്സാമ്പിൾ പറയാണ്, ഒരു വ്യക്തിയെ പട്ടി കടിച്ചു എന്ന് വിചാരിക്കുക. ആൾ ഉടനെ ചെല്ലുന്നത് ആളുടെ തൊട്ടടുത്തുള്ള, അയാളുടെ വീടിനടുത്തുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലേക്കായിരിക്കും പോകുന്നത്. അവിടെ ചെന്നു നല്ല രീതിയിൽ എന്താ പറയാ, കടിയേറ്റിട്ടുണ്ട്, നല്ല രീതിയിൽ ചോര വരുന്നുണ്ട്, ആഴത്തിലുള്ള മുറിവുണ്ട്. ഓക്കെ, അവരവിടെ ചെന്നിട്ട് മുറിവില് പെട്ടെന്ന് മുറിവും കാര്യങ്ങളൊക്കെ എന്താണ്, അതൊക്കെ ഒന്ന് തുടച്ച് കോട്ടനൊക്കെ വെച്ചിട്ട് ഡെറ്റോളൊക്കെ ഒഴിച്ച് ബേസിക് ആയിട്ടുള്ള ഫസ്റ്റ് എയ്ഡ് അവിടെ കൊടുക്കുന്നുണ്ട്. അവിടെ നമുക്ക് ഇഞ്ചക്ഷൻ അവൈലബിൾ ആവും. നിങ്ങളുടെ അറിവ് വെച്ചൊന്ന് പറഞ്ഞേ,
ഇഞ്ചക്ഷൻ നമുക്ക് അവിടെ നിന്ന് കിട്ടുമോ? പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് കിട്ടോ? ഇല്ല, കിട്ടില്ല. ആഴത്തിലുള്ള മുറിവുകൾ ഉണ്ടെങ്കിൽ, കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണെങ്കിൽ അവരെ എത്രയും പെട്ടെന്ന് റെഫർ ചെയ്യും. എങ്ങോട്ടാ റെഫർ ചെയ്യുന്നത്? CHC-യിലേക്കാണ് റെഫർ ചെയ്യുക. താലൂക്ക് ആശുപത്രികളിലേക്ക് എന്ത് ചെയ്യും? റെഫർ ചെയ്യും. അങ്ങോട്ട് റെഫർ ചെയ്യുമ്പോൾ നമ്മൾ അവിടെ ചെല്ലുന്നു. അവിടെ ചെന്നിട്ട് നമുക്ക് വേണ്ടിയിട്ടുള്ള ഇഞ്ചക്ഷൻ അവര് തരുന്നു. ഓക്കെ, ഭയങ്കരമായിട്ട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ അവര് വേറെയിലോട്ട് വിടും കേട്ടോ. അതിലും വലിയ ഹോസ്പിറ്റലിലേക്ക് അവര് റെഫർ ചെയ്യും. പക്ഷെ ഇങ്ങനെയുള്ള സാധാരണയുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ CHC-യിൽ വന്നു കഴിഞ്ഞാലാണ് നമുക്ക് എന്ത് കിട്ടുക? ഇഞ്ചക്ഷൻ അവൈലബിൾ ആവുക. ഓക്കെ, അപ്പൊ അതാണ് ഏറ്റവും മികച്ചൊരു എക്സാമ്പിൾ ആയിട്ട് പറയാനായിട്ടുള്ളത്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ ഇത്തരത്തിൽ എന്തെങ്കിലും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ തൊട്ടടുത്ത് റെഫർ ചെയ്യുന്നത് എങ്ങോട്ടാണ്? CHC-യിലോട്ടാണ് PHC എന്ത് ചെയ്യുന്നത്? റെഫർ ഔട്ട് ചെയ്യുന്നത്. Then the CHC's specialized medical service are made for 1,20,000 people. അതുപോലെ തന്നെ 1,20,20,000 ആളുകൾക്ക് എന്ത് കൊടുക്കുന്നുണ്ട്? ഈ ഒരു CHC സേവനം നൽകുന്നുണ്ട്. നിസ്സാര ആളുകളല്ല അല്ലെ. ഓക്കെ, 1,20,20,000 ആൾക്ക് എന്ത് കൊടുക്കുന്നുണ്ട്? ഇവിടെ സർവീസ് കൊടുക്കുന്നുണ്ട്. Then community health centers are supposed to have at least 30 beds, an operation theatre, laboratory, X-ray facilities, as well as a team of 4 medical specialists. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് 30 കിടക്കകളോടെ കാണാനായിട്ട് സാധിക്കും. ആളുകൾ വന്നു കഴിഞ്ഞാൽ 30 പേരെ കിടത്തി ചികിത്സിക്കാനുള്ള സൗകര്യം എവിടെയുണ്ട്? ഈ CHC-യിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഒരു ഓപ്പറേഷൻ തിയേറ്റർ ഉണ്ട്, പിന്നെ ലബോറട്ടറി ഉണ്ടാവും, X-ray എടുക്കാനുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ 4 മെഡിക്കൽ സ്പെഷ്യലിസ്റ്റ്, പല വിഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്ന കാർഡിയോളജി ഡോക്ടർ ഉണ്ടാവാം, നെഫ്രോളജി ഡോക്ടർ ഉണ്ടാവാം, ഡെർമറ്റോളജിസ്റ്റ് ഉണ്ടാകാം, ഐ സ്പെഷ്യലിസ്റ്റ് ഉണ്ടാകാം. അങ്ങനെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ഡോക്ടേഴ്സിനെ നമുക്ക് എവിടെ അവൈലബിൾ ആണ്? CHC-യിൽ അവൈലബിൾ ആണ്. ഓക്കെ, the secondary sector of Indian healthcare system is community health center. Then ഒരു CHC എന്ത് ചെയ്യുന്നുണ്ട്? 4 PHCs-ന് വഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1,20,000 ആളുകൾക്ക് സർവീസ് കൊടുക്കുന്നുണ്ട്. 13 ബെഡ്സ് വരെ എന്ത് ചെയ്യാം? ഇവിടെ നൽകുന്ന സേവനമാണ്. ഒരു ഓപ്പറേഷൻ തിയേറ്റർ ഉണ്ട്, ലബോറട്ടറി ഉണ്ട്, X-ray ഉണ്ട്, അതുപോലെ തന്നെ മെഡിക്കൽ സ്പെഷ്യലിസ്റ്റും ഈ ഒരു CHC-യിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, ക്ലിയർ? ഇപ്പൊ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? എന്താണ് സബ് സെന്റർ, എന്താണ് PHC, എന്താണ് CHC? ഓക്കെ, നമുക്ക് സബ് സെന്ററിൽ ചെന്ന് കഴിഞ്ഞാൽ എന്ത് കിട്ടില്ല? ഒരിക്കലും PHC-യിൽ നൽകുന്ന സേവനങ്ങള്, CHC-യിൽ നൽകുന്ന സേവനങ്ങളൊന്നും തന്നെ എന്ത് ചെയ്യില്ല? നമുക്ക് സബ് സെന്ററിൽ കിട്ടില്ല. PHC-യിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചിലപ്പോൾ അവർക്ക് നമ്മൾ ചെയ്തു തരും, അല്ല, ബേസിക് ആയിട്ടുള്ള ഒരു രോഗവുമായിട്ട് ആള് ചെല്ലുമ്പോൾ ആളെ അവിടെ ചികിത്സിക്കാം, ചിലപ്പോൾ വേണമെങ്കിൽ കിടത്തി ചികിത്സിക്കാം. പക്ഷെ ഭയങ്കരമായിട്ടുള്ള കെയർ ഒന്നും PHC-യിൽ നമുക്ക് കിട്ടിയെന്ന് വരില്ല. ഓക്കെ, അതിന് നമ്മൾ എവിടെ തന്നെ പോകണം? CHC-യിൽ തന്നെ പോയാലാണ് നമുക്കത് അവൈലബിൾ ആവും. ഓക്കെ, ഞാൻ ഇന്നത്തെ ചില കാര്യങ്ങൾ പറഞ്ഞുതരാം, അത് അണ്ടർലൈൻ ചെയ്ത് പോണേ. കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ അണ്ടർലൈൻ ചെയ്യേണ്ടത് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ CHC സർവിംഗ് 4 PHC, അതൊന്ന് അണ്ടർലൈൻ ചെയ്യാം. One lakh 20,000 people അതൊന്ന് അണ്ടർലൈൻ ചെയ്യാം.
ബുക്ക് കിട്ടിയിട്ടില്ലേ? അയ്യോ കഷ്ടമാണ്. ബുക്ക് കിട്ടിയവരെ അണ്ടർലൈൻ ചെയ്യാം കേട്ടോ, അല്ലെങ്കിൽ നിങ്ങൾ ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്താലും മതി. കിട്ടിയിട്ടില്ല അല്ലേ? ഓക്കെ, നോട്ട് ചെയ്ത് പോകുന്നുണ്ടോ അപ്പൊ പറയുന്നത്? എങ്ങനെയാ പഠിക്കുന്നേ ബുക്ക് കിട്ടാത്തത് വരെ? നോട്ട് ചെയ്യുന്നു. ആ ഓക്കെ ഓക്കെ, നല്ല കുട്ടിയാണ്. ഓക്കെ ആ ഓക്കെ ഓക്കെ, നോട്ട് ചെയ്തിട്ടുണ്ട്. അടുത്ത നോക്കിയാൽ നിങ്ങൾ ദ ഹെൽത്ത് സിസ്റ്റം ഇൻഫ്രാസ്ട്രക്ചർ ഇൻ ഇന്ത്യ. ദ ഹെൽത്ത് സിസ്റ്റം ഇൻഫ്രാസ്ട്രക്ചർ ഇൻ ഇന്ത്യ, അതായത് നമ്മുടെ ഇന്ത്യയിലെ ഹെൽത്ത് സിസ്റ്റത്തിന്റെ ഒരു രൂപരേഖ, ഒരു ഇൻഫ്രാസ്ട്രക്ചർ ആണ് താഴെ കൊടുത്തിരിക്കുന്നത്. നമുക്കൊന്ന് നോക്കാം എന്താണ്. ഒരു ഫ്ലോ ചാർട്ട് പോലെയാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവും അല്ലെ? മനസ്സിലാക്കാനുള്ളതൊക്കെ ഉണ്ട് നിങ്ങൾക്ക്. ആദ്യം തന്നെ കൊടുത്തിരിക്കുന്നത് നാഷണൽ ലെവലാണ്. നാഷണൽ ലെവൽ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ. അതായത് നമ്മുടെ ഇന്ത്യയില് ആരോഗ്യം അല്ലെങ്കിൽ നമ്മുടെ ഹെൽത്തുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു മിനിസ്ട്രി ഉണ്ട്, ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ഓക്കെ, ആ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന്റെ നിയമങ്ങൾക്കും അതുപോലെ തന്നെ അവര് പറയുന്ന കാര്യങ്ങൾക്കും അനുസരിച്ചിട്ടാണ് ഇന്ത്യയിലുടനീളമുള്ള ഹോസ്പിറ്റലുകള് പ്രവർത്തിക്കുന്നത്. ഓക്കെ, എല്ലാ ഹോസ്പിറ്റലുകളും പ്രവർത്തിക്കുന്നതിന് അടിസ്ഥാനപരമായിട്ടും ചില നിയമങ്ങൾ, ലോസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അത് രൂപപ്പെടുത്തുന്നതും അത് എക്സിക്യൂട്ട് ചെയ്യുന്നതും നാഷണൽ ലെവലില് മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ ആണ്. അവിടെ നിന്നാണ് നമുക്ക് എന്ത് കിട്ടാം? നിർദ്ദേശങ്ങൾ കിട്ടാം. ഈ കാണുന്ന ഹോസ്പിറ്റലുകളൊക്കെ പ്രവർത്തിക്കാനുള്ള നിർദ്ദേശങ്ങളും ഇൻസ്ട്രക്ഷൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾക്ക് എവിടെ നിന്നാണ് അവൈലബിൾ ആയിട്ടുള്ളത്? മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ. നമുക്കറിയാം നമ്മുടെ എന്താ പറയാ, ഒരു കേന്ദ്ര മന്ത്രിസഭയുണ്ട്. ആ മന്ത്രിസഭയിൽ പല പല ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ട്. ഡിപ്പാർട്ട്മെന്റുകളിൽ പല പല മിനിസ്റ്റേഴ്സ് ഉണ്ട്, അതുപോലെ സബ് മിനിസ്റ്റേഴ്സ് ഉണ്ട്. അതിൽ വരുന്ന ഒന്നാണെന്ത്? മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ, അതായത് ആരോഗ്യ വിഭാഗം അല്ലെങ്കിൽ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ അവിടെ ഒരു മന്ത്രി ഉണ്ട്, നമുക്കറിയാം ഒരു മിനിസ്റ്റർ ഉണ്ട്, ആരോഗ്യ മന്ത്രി ഉണ്ട്. അപ്പോ അടുത്ത ക്ലാസ്സിൽ കണ്ടുപിടിച്ചിട്ട് വരിക ആരാണ് നമ്മുടെ ഇപ്പോഴത്തെ ഹെൽത്ത് മിനിസ്റ്റർ എന്ന് കണ്ടുപിടിച്ചിട്ട് വരിക കേട്ടോ. ഇന്ത്യയിലെ ഹെൽത്ത് മിനിസ്റ്റർ ആരാണ്? നെക്സ്റ്റ് ക്ലാസ്സിൽ ഒരു ഹോംവർക്ക് ആയിട്ട് തരാം. അപ്പൊ അതൊന്ന് ഫൈൻഡ് ചെയ്തിട്ട് വരിക. ഓക്കെ, അപ്പൊ അദ്ദേഹത്തിന്റെ കീഴിൽ കുറേയധികം സഹമന്ത്രിമാരുണ്ട്, പിന്നെ അതിന്റെ കീഴിൽ കുറേയധികം സെക്രട്ടറിമാരുണ്ട്. ഇവരൊക്കെയാണ് ഇന്ത്യയിലെ ഹോസ്പിറ്റലുകൾ പ്രവർത്തിപ്പിക്കുന്നതിനുള്ള രൂപരേഖ തയ്യാറാക്കുന്നത്. ഓക്കെ, അതിന്റെ അണ്ടറിലായിട്ടാണ് സ്റ്റേറ്റ് ലെവൽ ആൻഡ് UTS. UTS എന്ന് പറഞ്ഞാൽ യൂണിയൻ ടെറിട്ടറി, കേന്ദ്രഭരണ പ്രദേശം. ഇപ്പൊ നാഷണൽ ലെവലിന്റെ കീഴിലാണ് എന്ത് പ്രവർത്തിക്കുന്നത്? സ്റ്റേറ്റ് ലെവൽ ഡിപ്പാർട്ട്മെന്റ്, ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് പ്രവർത്തിക്കുന്നത്. അതുപോലെ തന്നെ കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് പ്രവർത്തിക്കുന്നത്. ഇപ്പോ നാഷണൽ ലെവലിൽ നിന്ന് എന്തെങ്കിലും ഒരു കാര്യത്തിന് എന്താ പറയാ, ഒരു കാര്യം നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് നാഷണൽ ലെവലിൽ നിന്ന് ഓർഡർ കിട്ടുകയാണ്. അത് ഓരോ ഇന്ത്യയിലെ ഓരോ സംസ്ഥാനങ്ങളും, 29 സംസ്ഥാനങ്ങളുടെ ഇന്ത്യയിൽ അല്ലെ, ഓരോ സംസ്ഥാനങ്ങളിലും എന്താണ് ഇത് നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? ഇൻസ്ട്രക്ഷൻസ് എന്താണ് പറയാ, പ്രൊക്ലെയിം ചെയ്യുന്നു. ഇത് സ്റ്റേറ്റ് ലെവലില് നടപ്പിലാക്കുന്നു. ഇപ്പൊ കേന്ദ്രത്തിൽ നിന്ന് ഒരു ഓർഡർ കിട്ടുവാണെങ്കിൽ ഇന്ന് തിരുവനന്തപുരത്ത് ഇരിക്കുന്ന ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് എന്ത് ചെയ്യണം? ആ ഓർഡർ നടപ്പിലാക്കണം. ഓക്കെ, അപ്പൊ അതിന്റെ അണ്ടറിലാണ് അത് വരുന്നത്. നെക്സ്റ്റ് വൺ ഡിസ്ട്രിക്ട് ലെവൽ. ഇനി സ്റ്റേറ്റ് ലെവലിൽ നിന്നുള്ള കാര്യങ്ങള് ആരിലേക്ക് പോകുന്നു? ഡിസ്ട്രിക്ട് ലെവലിലേക്ക് പോകുന്നു. ഇപ്പൊ കേന്ദ്രത്തിൽ നിന്ന് ഒരു ഓർഡർ കിട്ടുന്നു, അത് സ്റ്റേറ്റ് ലെവലിൽ തിരുവനന്തപുരത്ത് ചെല്ലുന്നു. ദെൻ സ്റ്റേറ്റ് ലെവലിൽ നിന്ന് അത് കേരളത്തിലെ 14 ജില്ലകളിലുമുള്ള ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകും. ഓക്കെ,
ഫോർ എക്സാമ്പിൾ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം മനസ്സിലാക്കുന്നതിന് വേണ്ടി. ഇത് ഓൾറെഡി മനസ്സിലായിട്ടുണ്ടാവും, എന്നാലും മനസ്സിലാക്കാത്തവർക്കായിട്ട് പറഞ്ഞുതരാം. നമുക്ക് കൊറോണ വന്നല്ലോ, ഭയങ്കര ഒരു പാൻഡമിക് ആയിരുന്നല്ലോ, അതായത് ഭയങ്കരമായിട്ട് റൂൾസ് റെഗുലേഷൻസ് ഒക്കെ ഫോളോ ചെയ്യേണ്ട ഒരു സമയമായിരുന്നു ആ കൊറോണ ടൈം എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ ആ കൊറോണ സമയത്ത് ആ കൊറോണ സ്പ്രെഡ് ആകാതിരിക്കാൻ വേണ്ടിയിട്ട്, അതായത് അധികം ആളുകളിലേക്ക് അത് ചെല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ധാരാളം എന്താ പറയാ മെത്തേഡുകൾ നമ്മൾ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെയൊക്കെ ഇൻസ്ട്രക്ഷൻസ് നമുക്ക് കിട്ടിയത് ഏറ്റവും ടോപ്പ് ലെവലിൽ നിന്നാണ്, അതായത് നാഷണൽ ലെവലിൽ നിന്നാണ് കിട്ടിയത്. അത് പിന്നീട് സ്റ്റേറ്റ് ലെവലിലേക്ക് വരികയും അവിടെ നിന്ന് കേരളത്തിലെ 14 ജില്ലകളിലേക്കുള്ള ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിലേക്ക് എന്ത് ചെയ്തു, ആ ഇൻസ്ട്രക്ഷൻസ് പോവുകയും അവിടെ നിന്നാണ് പിന്നീട് റൂറൽ ഏരിയാസിലാണെങ്കിൽ CHSയിലേക്കും PHSയിലേക്കും സബ് സെന്ററുകളിലേക്കും ആ ഇൻസ്ട്രക്ഷൻസ് പോകുന്നത്. ഇപ്പൊ നമ്മൾ ഹോസ്പിറ്റലിൽ കാണുന്ന നമ്മള് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ അതിന് എന്താ പറയാ നിയമമുണ്ട്, നിയന്ത്രണങ്ങളുണ്ട്, നമ്മള് ഓരോ കാര്യങ്ങൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ കേൾക്കാറൊക്കെ ഉണ്ടല്ലോ. ഇതാരാണ്? ഡിസ്ട്രിക്ട് ലെവലിലുള്ള, അതായത് നമ്മുടെ ജില്ലാ കളക്ടറേറ്റിൽ പ്രവർത്തിക്കുന്ന ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റുകളാണ് അവിടെയുള്ള ഓരോ നഗരസഭകളിലേക്കും അതുപോലെ തന്നെ പഞ്ചായത്തുകളിലേക്കും ഒക്കെ എന്ത് കൊടുക്കുന്നേ, അറിയിപ്പ് കൊടുക്കുന്നത്. അപ്പൊ ആ ഒരു ഫ്ലോ ചാർട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ആദ്യം നാഷണൽ ലെവല്, ദെൻ സ്റ്റേറ്റ് ലെവൽ ആൻഡ് UTS, ദെൻ ഡിസ്ട്രിക്ട് ലെവലിലേക്ക് പോകുന്നു. അവിടെ നിന്ന് റൂറൽ ഏരിയാസിലേക്കും അർബൻ ഏരിയാസിലേക്കും എന്ത് ചെയ്യുന്നുണ്ട്, ഈ വിവരങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ട്രാൻസ്ഫോം ചെയ്യുന്നുണ്ട്. ക്ലിയർ ആണോ? പറഞ്ഞത് മനസ്സിലായോ? ഓക്കെ, അപ്പൊ ആ ഇൻഫ്രാസ്ട്രക്ചർ ഒന്ന് നോക്കി വെക്കുക കേട്ടോ. ഇനി നമുക്ക് ഹോസ്പിറ്റൽ ഫംഗ്ഷൻ എന്താണെന്ന് നോക്കാം. അതായത് ഹോസ്പിറ്റലിലെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിന്റെ കടമകൾ എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. ഫസ്റ്റ് വൺ ഈസ് ഇൻട്രാമ്യൂറൽ, സെക്കൻഡ് വൺ ഈസ് എക്സ്ട്രാമ്യൂറൽ. ഇൻട്രാമ്യൂറൽ മീൻസ് സർവീസ് വിത്തിൻ ദ വാൾ ഓഫ് ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിനകത്ത് കൊടുക്കുന്ന സേവനങ്ങളെ ഇൻട്രാമ്യൂറൽ ഫംഗ്ഷൻ എന്ന് പറയാം. അപ്പൊ ഹോസ്പിറ്റൽ ഫംഗ്ഷനെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിലൊന്നാണ് ഇൻട്രാമ്യൂറൽ, രണ്ടാണ് എക്സ്ട്രാമ്യൂറൽ. ഇൻട്രാമ്യൂറൽ എന്ന് പറയുന്നത് ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ കൊടുക്കുന്ന സേവനങ്ങളെ അല്ലെങ്കിൽ ഹോസ്പിറ്റലിനകത്ത് കൊടുക്കുന്ന സേവനങ്ങളെ ഇൻട്രാമ്യൂറൽ ഫംഗ്ഷൻ എന്നാണ് പറയുന്നത്. ഓക്കെ, ഇതെന്താണെന്ന് വിശദീകരിച്ച് പറയാം കേട്ടോ. ദെൻ രണ്ടാമത്തേതാണ് എക്സ്ട്രാമ്യൂറൽ, സർവീസ് ഔട്ട്സൈഡ് ദ വാൾ ഓഫ് ഹോസ്പിറ്റൽ. അതായത് ഹോസ്പിറ്റലിന് പുറത്ത് കൊടുക്കുന്ന സേവനങ്ങളെ എന്ത് പറയാം, എക്സ്ട്രാമ്യൂറൽ ഫംഗ്ഷൻ എന്ന് പറയാം. ഓക്കെ, അപ്പോ എന്താണ് ഇൻട്രാമ്യൂറൽ ഫംഗ്ഷൻ എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ റിസ്റ്റോറേറ്റീവ്. റിസ്റ്റോറേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? പുനഃസ്ഥാപിക്കുന്ന അല്ലെങ്കിൽ പുനഃസ്ഥാപനപരമായ, അതാണ് റിസ്റ്റോറേറ്റീവിന്റെ മീനിങ് വരിക കേട്ടോ, പുനഃസ്ഥാപിക്കുന്ന. അപ്പൊ അതിനകത്ത് ഒരു 4 പോയിന്റ് വരുന്നുണ്ട്. എങ്ങനെയാണ് ഹോസ്പിറ്റൽ റീസ്റ്റോറേറ്റീവ് ഫംഗ്ഷൻ ആളുകൾക്ക് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ ഈസ് ഡയഗ്നോസ്റ്റിക്. These consist of the inpatient service involving medical, surgical and other specialties and special diagnostics. അതായത് ഡയഗ്നോസ്റ്റിക് എന്ന് പറഞ്ഞാൽ എന്താണ്? രോഗനിർണയം. അതിനെയാണ് ഡയഗ്നോസ്റ്റിക് എന്ന് പറയാം. ഓക്കെ, അപ്പൊ റിസ്റ്റോറേറ്റീവ് ഫംഗ്ഷനിൽ വരുന്ന ഒന്നാണ് ഇത് രോഗനിർണയം അല്ലെങ്കിൽ ഡയഗ്നോസ്റ്റിക് എന്ന് പറയുന്നത്. These consist of the inpatient service involving medical, surgical and other specialties and special diagnostic. അതായത് ഇതിനകത്ത് വരുന്നത് ചില ഇൻപേഷ്യന്റ് സർവീസുകളാണ്. ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാല് മെഡിക്കൽ, സർജിക്കൽ, അതുപോലെ തന്നെ അതർ സ്പെഷ്യാലിറ്റീസ് ആൻഡ് അതർ ഡയഗ്നോസ്റ്റിക്. രോഗനിർണയം എന്ന് പറഞ്ഞത് അതായത് ചികിത്സാ സംബന്ധമായിട്ടുള്ള രോഗനിർണയം നടത്തുന്നു, സർജിക്കൽ പരമായിട്ടുള്ള രോഗനിർണയം നടത്തുന്നു, അതുപോലെ മറ്റു പല മെഡിക്കൽ കണ്ടീഷനുകൾ ഉണ്ടെങ്കിൽ അതിൻ്റെതായിട്ടുള്ള രോഗനിർണയം നടത്തുന്ന ഒന്നാണിത്
ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. നമ്മളിപ്പോ രോഗവുമായിട്ട് ചെന്ന് കഴിഞ്ഞാൽ നമ്മൾക്കറിയില്ല നമ്മുടെ രോഗം എന്താണെന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കില്ല അല്ലെ. സിംറ്റംസ് ഉണ്ടാവാം. സിംറ്റംസ് നമ്മൾ ഡോക്ടറോട് പറയുന്നു, ഡോക്ടർ ചില എക്യുപ്മെന്റിന്റെ സഹായത്തോടു കൂടി നമ്മൾക്ക് എന്ത് നടത്തുന്നുണ്ട്, രോഗനിർണയം നടത്തുന്നുണ്ട്. അപ്പൊ ഈ രോഗനിർണയം അഥവാ ഡയഗ്നോസ്റ്റിക് എന്ന് പറയുന്നത് ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ കൊടുക്കുന്ന സേവനങ്ങളെയാണ്. ഓക്കെ, അപ്പൊ എല്ലാ തരത്തിലുമുള്ള മെഡിക്കൽ, സർജിക്കൽ ആൻഡ് അതർ സ്പെഷ്യാലിറ്റീസ് എവിടെ കൊടുക്കുന്നുണ്ട്, ഹോസ്പിറ്റലിന്റെ ഉള്ളിലാണ് കൊടുക്കുന്നത്. then അടുത്തതാണ് ക്യൂറേറ്റീവ്. ക്യൂറേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്, രോഗശാന്തി. ഓക്കെ, രോഗശാന്തി എന്നാണ് ക്യൂറേറ്റീവിന്റെ മീനിങ് വരാ കേട്ടോ. ട്രീറ്റ്മെന്റ് ഓഫ് ഓൾ ഇൽനസ്, എല്ലാത്തരം രോഗങ്ങൾക്കും ചികിത്സ കൊടുക്കുന്നു. ഓക്കെ, നമ്മളിപ്പോ എന്ത് രോഗമായിട്ടാണ് ചെല്ലുന്നതെങ്കിൽ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്, അവിടെ നിന്ന് ട്രീറ്റ്മെന്റ് ലഭിക്കുന്നുണ്ട്. ആ ട്രീറ്റ്മെന്റ് ലഭിക്കുന്നതിലൂടെ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്, രോഗശാന്തി കിട്ടുന്നുണ്ട്. ഓക്കെ, ദെൻ അടുത്തതാണ് റിഹാബിലിറ്റേറ്റീവ്. റിഹാബിലിറ്റേറ്റീവ് എന്ന് പറഞ്ഞാല് പുനരധിവാസം അല്ലെങ്കിൽ പുനരധിവസിപ്പിക്കുന്ന. ഓക്കെ, ഫിസിക്കൽ, മെന്റൽ ആൻഡ് സോഷ്യൽ റിഹാബിലിറ്റേഷൻ. അതായത് നമ്മൾക്ക് ഒരു രോഗവുമായിട്ട് നമ്മൾ ചെന്ന് കഴിയുമ്പോൾ നമ്മളെ പഴയ രീതിയിലേക്ക് ഇവിടുത്തെ ട്രീറ്റ്മെന്റുകൾ നൽകി നമ്മളെ പഴയ രീതിയിലേക്ക് ആക്കും അല്ലെ. നമ്മൾക്കൊരു രോഗം പിടിപെട്ട് കഴിഞ്ഞാൽ നമ്മൾ എന്താകും, ഭയങ്കരമായിട്ട് വീക്ക് ആവും അല്ലെ. നമ്മള് ഫിസിക്കലി വീക്ക് ആകും, മെന്റലി വീക്ക് ആകും, മറ്റുള്ളവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതെ ആകും. അപ്പൊ അങ്ങനെയുള്ള അവസ്ഥകളിൽ നിന്ന് നമുക്ക് വിഡ്രോവൽ നൽകുന്ന ഒരു സ്ഥാപനം കൂടിയാണിത് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. അപ്പൊ ശാരീരികപരമായും മാനസികപരമായും സാമൂഹികപരമായിട്ടും നമുക്ക് റിഹാബിലിറ്റേഷൻ തരുന്ന ഒരു സ്ഥാപനമാണിത് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. അതും എന്താണ്, ഇൻട്രാമ്യൂറൽ ഫംഗ്ഷനിലാണ് വരുന്നത്. ലാസ്റ്റ് വൺ ഈസ് കെയർ ഓഫ് എമർജൻസീസ്, ആക്സിഡന്റ്സ് ആസ് വെൽ ആസ് ഡിസീസസ്. അതായത് എല്ലാത്തരം ഇപ്പോ എന്താ പറയാ അത്യാവശ്യ ഘട്ടങ്ങളില് പരിചരണം കൊടുക്കുന്ന ഒരു സ്ഥാപനം കൂടിയാണ് ഹോസ്പിറ്റൽ. അല്ലെങ്കിൽ എമർജൻസി സിറ്റുവേഷനില് കെയർ കൊടുക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് ഹോസ്പിറ്റൽ. ഇപ്പൊ ഒരു ആക്സിഡന്റ് പറ്റിയ ഒരു വ്യക്തി ആയിക്കോട്ടെ, അല്ലെങ്കിൽ മാരകമായിട്ടുള്ള രോഗങ്ങൾ ബാധിച്ചിരിക്കുന്ന ഒരു വ്യക്തി ആയിക്കോട്ടെ, അദ്ദേഹത്തിന് അടിയന്തര പരിചരണം കൊടുക്കുക എന്നുള്ളത് ഹോസ്പിറ്റലിന്റെ ഫംഗ്ഷനിൽ വരുന്ന ഒന്നാണ്. ഓക്കെ, ക്ലിയർ ആണോ? ഡയഗ്നോസ്റ്റിക് എന്ന് പറഞ്ഞാല് രോഗനിർണയം എന്നാണ്. ക്യൂറേറ്റീവ് എന്ന് പറഞ്ഞാല് രോഗശാന്തി എന്നാണ്. റിഹാബിലിറ്റേറ്റീവ് എന്ന് പറഞ്ഞാല് പുനരധിവാസം എന്നാണ്. കെയർ ഓഫ് എമർജൻസീസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, അടിയന്തര ഘട്ടങ്ങളിലുള്ള പരിചരണം. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് നോക്കാം പ്രിവെന്റീവ്. പ്രിവെന്റീവില് വരുന്ന എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രിവെന്റീവ് എന്ന് പറഞ്ഞാല് പ്രതിരോധം. ഓക്കെ, പ്രതിരോധമാണ് കേട്ടോ. ഇപ്പൊ കുറേയധികം പ്രതിരോധ മാർഗങ്ങൾ ഇവര് സ്വീകരിക്കുന്നുണ്ട്. അത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് സൂപ്പർവിഷൻ ഓഫ് നോർമൽ പ്രഗ്നൻസീസ് ആൻഡ് ചൈൽഡ് ബർത്ത്. അതായത് ചില കാര്യങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഹോസ്പിറ്റൽസ് മേൽനോട്ടം വഹിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് നോർമൽ പ്രഗ്നൻസീസ്, അതായത് ഒരു യുവതി അല്ലെങ്കിൽ ഒരു എന്താ പറയാ വുമൺ ക്യാരിയിങ് ആയാല് അവരുടെ എന്താ പറയാ പ്രഗ്നൻസി സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും, അതായത് ക്യാരിയിങ് ആയ അന്ന് തുടങ്ങി ആ കുട്ടി ജനിക്കുന്നത് വരെയുള്ള കാര്യങ്ങൾക്ക് സൂപ്പർവിഷൻ കൊടുക്കുന്നത് ഹോസ്പിറ്റലാണ്. നോർമൽ പ്രഗ്നൻസീസിന് എന്ത് ചെയ്യുന്നുണ്ട്, സൂപ്പർവിഷൻ കൊടുക്കുന്നുണ്ട്. ദെൻ ചൈൽഡ് ബർത്ത്, നവജാത ശിശുക്കൾ കുഞ്ഞ് ജനിക്കുന്നത്, അതായത് ഡെലിവറി ടൈമിൽ അല്ലെങ്കിൽ ഡെലിവറി എടുക്കുന്ന ആ ഒരു കാര്യങ്ങളൊക്കെ സൂപ്പർവിഷൻ കൊടുക്കുന്നത് ആരാണ്, ഈ ഒരു ഹോസ്പിറ്റലാണ്. ദെൻ രണ്ടാമത്തേത് സൂപ്പർവിഷൻ ഓഫ് നോർമൽ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ചിൽഡ്രൻ. ഇനി ഒരു എന്താണ്
പ്രഗ്നന്റ് ലേഡിയുടെ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ കുഞ്ഞ് ജനിക്കുന്ന ആ സമയത്ത് മാത്രമല്ല ഒരു സൂപ്പർവിഷൻ കൊടുക്കുക, മറിച്ച് കുഞ്ഞ് ജനിച്ച് കുഞ്ഞിന് നിശ്ചിത വയസ്സാകുന്നത് വരെ ആ കുഞ്ഞിനെ ഒബ്സർവ് ചെയ്യുകയും ആ കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള പ്രതിരോധ കുത്തിവയ്പ്പുകൾ, വാക്സിനേഷൻ, ആ കുട്ടിയുടെ ഡെവലപ്മെന്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കൂടി ആര് സൂപ്പർവിഷൻ കൊടുക്കുന്നുണ്ട്? ഹോസ്പിറ്റല് സൂപ്പർവിഷൻ കൊടുക്കുന്നുണ്ട്. ഓക്കെ, then C, control of communicable diseases, prevention of prolonged illness. അതുപോലെ തന്നെ പെട്ടെന്ന് പടർന്നു പിടിക്കുന്ന രോഗങ്ങളെ നിയന്ത്രിക്കാനും നീണ്ടകാലം നീണ്ടു നിൽക്കുന്ന രോഗങ്ങളെ തടയാനുള്ള കാര്യങ്ങൾക്ക് സൂപ്പർവിഷൻ കൊടുക്കുന്നതും ഹോസ്പിറ്റലുകളാണ്. നമുക്കറിയാം നമ്മുടെ ഇടയിൽ ഇപ്പൊ കൊറോണ പോലുള്ള അസുഖങ്ങളൊക്കെ പടർന്നു പിടിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് ഹോസ്പിറ്റലുകളുടെ ഇടപെടൽ കൊണ്ടാണ് നമ്മൾക്ക് അധികം അത് മാരകമാകാറുണ്ട്, അല്ലെ? കുറെ അധികം പ്രിക്കോഷൻസ് ഒക്കെ എടുത്തിട്ടാണ് എന്ത് കിട്ടിയിരുന്നത്? അതിനെ തടയാനുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്ക് കിട്ടിയിരുന്നത്. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി എന്ത് ചെയ്യുന്നുണ്ട്? ഹോസ്പിറ്റലില് ഏറ്റെടുക്കുന്നത്. ഡി ആണ് ഹെൽത്ത് എഡ്യൂക്കേഷൻ. ഓക്കെ, അതായത് ആരോഗ്യ വിദ്യാഭ്യാസം നൽകുന്നു. ആരോഗ്യ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ നമുക്ക് ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ അറിയാം, അവിടെ പലതരത്തിലുള്ള പോസ്റ്ററുകൾ ഒട്ടിച്ചിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കും, അല്ലെ? അങ്ങനത്തെ പലതരത്തിലുള്ള കാര്യങ്ങള് ഇൻസ്ട്രക്ഷൻസ് അവിടെ പറഞ്ഞിട്ടുണ്ടാവാം. അതായത് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പും അതുപോലെ ടോയ്ലറ്റിൽ പോകുന്നതിന് മുമ്പ് കൈ കഴുകുക, മാസ്ക് ശരിയായി ധരിക്കുക, രോഗം വരുന്ന സമയത്ത് എന്താ പറയാ, തുമ്മുമ്പോഴും ചുമയ്ക്കുമ്പോഴൊക്കെ കർച്ചീഫ് ഉപയോഗിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഹോസ്പിറ്റലിൽ കണ്ടിട്ടുണ്ടാവും. ഇതൊക്കെ എന്തിന്റെ ഭാഗമായിട്ടാണ്? ഹെൽത്ത് എഡ്യൂക്കേഷന്റെ ഭാഗമായിട്ട്. അതായത് രോഗികൾക്കും ജനങ്ങൾക്കും കൂടുതലായിട്ട് അവയർനെസ് കിട്ടുന്നതിന്റെ ഭാഗമായിട്ട് ഹോസ്പിറ്റലിൽ ചെയ്യുന്ന ഒരു ഓപ്ഷനാണ്. ഓക്കെ, ദെൻ ലാസ്റ്റ് വൺ ഈസ് ഓക്യുപ്പേഷൻ. ഓക്കെ, ഓക്യുപ്പേഷൻ എന്ന് പറയുന്നത് എന്താണ്? അതായത് ആളുകൾക്ക് എന്ത് കൊടുക്കുന്നുണ്ട്? ജോലി കൊടുക്കുന്നുണ്ട്, അല്ലെ? ധാരാളം ആളുകൾക്ക് ജോലി കൊടുക്കുന്ന ഒരു സ്ഥാപനം കൂടിയാണ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. അതാണ് ഇത്രയുമാണ് പ്രിവെന്റീവ് ഫംഗ്ഷനിൽ വരുന്നത് കേട്ടോ. ഓക്കെ ആണോ? അടുത്തത് എഡ്യൂക്കേഷൻ ആണ് കേട്ടോ. എഡ്യൂക്കേഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. അതായത് വിദ്യാഭ്യാസം കൊടുക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. എത്തരത്തിലുള്ള വിദ്യാഭ്യാസം? ആർക്കാണ് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് ഹോസ്പിറ്റല്? ഫസ്റ്റ് വൺ ഈസ് മെഡിക്കൽ അണ്ടർ ഗ്രാജുവേറ്റ്സ്. മെഡിക്കൽ ബിരുദധാരികൾക്ക് നമ്മൾക്കറിയാം ധാരാളം കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്? മെഡിക്കൽ സ്റ്റുഡൻസ് ഹോസ്പിറ്റലിൽ പഠിക്കുന്നുണ്ട്, അല്ലെ? അപ്പൊ അവർക്ക് വേണ്ടിയിട്ടുള്ള വിദ്യാഭ്യാസം ആര് കൊടുക്കുന്നു? ഹോസ്പിറ്റലാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ മെഡിക്കൽ അണ്ടർ ഗ്രാജുവേറ്റ്സിന് എന്ത് കൊടുക്കുന്നു? എഡ്യൂക്കേഷൻ കൊടുക്കുന്നു. സ്പെഷ്യലിസ്റ്റ് ആൻഡ് പോസ്റ്റ് ഗ്രാജുവേറ്റ്സ്, സ്പെഷ്യലൈസ് ചെയ്ത് പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഉണ്ടാവാം, അവർക്ക് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൊടുക്കുന്നു. പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യുന്ന സ്റ്റുഡൻസ് ഉണ്ടാവാം, അവർക്ക് എഡ്യൂക്കേഷൻ കൊടുക്കുന്നു. നഴ്സസ് ആൻഡ് മിഡ്വൈഫ്സ്, അതായത് ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന നഴ്സുമാർക്കും അതുപോലെ തന്നെ മിഡ്വൈഫ്സ് എന്ന് പറഞ്ഞാൽ അറിയാലോ, സൂതകർമ്മിണികൾ, ഡെലിവറിക്കൊക്കെ സഹായിക്കാൻ നൽകുന്ന ആളുകളെയാണ് മിഡ്വൈഫ്സ് എന്ന് പറയാം. അവർക്കും എന്ത് കൊടുക്കും? എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നു. മെഡിക്കൽ സോഷ്യൽ വർക്കേഴ്സ്, അതായത് മെഡിക്കൽ ഫീൽഡുമായിട്ട് റിലേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്ന ചില സോഷ്യൽ വർക്കേഴ്സ് ഉണ്ട്, അവർക്കും എഡ്യൂക്കേഷൻ കൊടുക്കുന്നു. പാരാമെഡിക്കൽ സ്റ്റാഫിന് എഡ്യൂക്കേഷൻ കൊടുക്കുന്നു. കമ്മ്യൂണിറ്റി ഹെൽത്ത് എഡ്യൂക്കേഷൻ, കമ്മ്യൂണിറ്റി റിലേറ്റഡ് ആയിട്ട് ആശാ വർക്കർ അങ്ങനെയുള്ള അവർക്കൊക്കെ എഡ്യൂക്കേഷൻ കൊടുക്കുന്ന ഒരു സ്ഥാപനമാണത് ഈ ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തതാണ് റിസർച്ച്. ഓക്കെ, അതായത് ഗവേഷണപരമായിട്ടുള്ള കാര്യങ്ങൾ കൂടി ആര് ചെയ്യുന്നുണ്ട്? ഹോസ്പിറ്റല് ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊന്ന് നോക്കാം നമുക്ക്. റിസർച്ച്, ഫിസിക്കൽ, സൈക്കോളജിക്കൽ ആൻഡ് സോഷ്യൽ ആസ്പെക്ട്സ് ഓഫ് ഹെൽത്ത് ആൻഡ് ഡിസീസസ്. അതായത് എന്താ പറയാ,
ഫിസിക്കൽ ആയിട്ടും അതുപോലെ അതായത് ഭൗതികപരമായിട്ട് അല്ലെങ്കിൽ ശാരീരികപരമായിട്ട് അല്ലെങ്കിൽ മാനസികപരമായിട്ട് സാമൂഹികപരമായിട്ടുള്ള രോഗങ്ങളെ കുറിച്ചും പഠിച്ച് അതിനെക്കുറിച്ച് കൂടുതൽ ഗവേഷണം നടത്തുന്ന ഒരു സ്ഥാപനമാണ് ഹോസ്പിറ്റൽ. പുതുതായി വരുന്ന രോഗങ്ങൾ ഉണ്ടല്ലോ, അത് ശാരീരികപരമായിട്ടുള്ള രോഗങ്ങളാകാം, അല്ലെങ്കിൽ മെന്റലി ഡിപ്പെൻഡബിൾ ആയിട്ടുള്ള രോഗങ്ങളാകാം. അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുകയും ഗവേഷണം നടത്തുകയും ചെയ്യുന്ന ഒരു സ്ഥാപനം കൂടിയാണ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. ക്ലിനിക്കൽ മെഡിസിൻ. ക്ലിനിക്കൽ മെഡിസിൻ എന്ന് പറയുന്നത് വേറൊന്നുമല്ല, പുതിയ മരുന്നുകളുടെ കണ്ടുപിടുത്തം. ഓക്കെ, പുതുതായിട്ട് ഉണ്ടാകുന്ന അല്ലെങ്കിൽ പുതുതായിട്ട് കണ്ടുപിടിക്കുന്ന മരുന്നുകൾ, അത് ഹോസ്പിറ്റലിന്റെ ഒരു ഗവേഷണ വിഭാഗമുണ്ട്. അവരാണ് എന്ത് ചെയ്യുന്നത്? പുതിയ മരുന്നുകൾ കണ്ടെത്തുന്നത്. ഓക്കെ. ഹോസ്പിറ്റൽ പ്രാക്ടീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ. ഹോസ്പിറ്റൽ എങ്ങനെ പ്രവർത്തിക്കണം, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്തായിരിക്കണം, ഇതിനെ കുറിച്ച് കൂടുതലായിട്ട് ഗവേഷണം നടത്തുന്നു. പുതിയ പുതിയ കാര്യങ്ങൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിൽ കൊണ്ടുവരികയും അത് ഇംപ്ലിമെന്റ് ചെയ്യുകയും ചെയ്യുന്നതും ഇതിന്റെ ഡ്യൂട്ടിയായിട്ട് വരുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? നമുക്ക് ഇതൊന്നും കൂടി പറയാം. എക്സ്ട്രാ മ്യൂറൽ ഫംഗ്ഷൻ. എക്സ്ട്രാ മ്യൂറൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഔട്ട് പേഷ്യന്റ് സർവീസ് ആണ് കേട്ടോ. അതായത് ഹോസ്പിറ്റലിൽ പുറത്തു കൊടുക്കുന്ന സേവനം. ഓക്കെ, ഈ പുറത്തു കൊടുക്കുന്നെന്ന് പറഞ്ഞാല് രോഗികൾക്ക് പുറമെയുള്ള രോഗികൾക്ക് കൊടുക്കുന്നത്, അതായത് ഹോസ്പിറ്റലിന്റെ അകത്ത് വളരെ കാലം നീണ്ടു നിൽക്കാതെ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന സേവനങ്ങളെയാണ് എക്സ്ട്രാ മ്യൂറൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അതിനകത്ത് ആദ്യമാണ് ഔട്ട് പേഷ്യന്റ് സർവീസ് വരുന്നത്. ഔട്ട് പേഷ്യന്റ് സർവീസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, രോഗികൾ വരുന്നു, ഡോക്ടറെ കാണുന്നു, മരുന്ന് മേടിക്കുന്നു, തിരിച്ചു പോകും. ഇതിനെയാണ് ഔട്ട് പേഷ്യന്റ് സർവീസ് എന്ന് പറയുന്നത്. അപ്പോ അതാണ് ഫസ്റ്റ് എക്സ്ട്രാ മ്യൂറൽ ഫംഗ്ഷൻ. പിന്നെ ഹോം കെയർ സർവീസസ്. ഇപ്പോ ഹോസ്പിറ്റലിൽ വരാൻ സാധിക്കാത്ത രോഗികൾക്ക്, തീരെ ആവശ്യമായിട്ടുള്ള രോഗികളൊക്കെ ഉണ്ടാവാം, അവർക്ക് എന്ത് ചെയ്യുന്നു? വീട്ടിൽ ചെന്നിട്ട് ചികിത്സ കൊടുക്കും. ഹോം കെയർ സർവീസ്. മൊബൈൽ ക്ലിനിക്സ്. മൊബൈൽ ക്ലിനിക്കുകൾ നമ്മൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, ആംബുലൻസുകള്, ഇതൊക്കെ മൊബൈൽ ക്ലിനിക്കുകളാക്കി പ്രവർത്തിപ്പിക്കാറുണ്ട്. അപ്പോ എന്താണ്, വീടുകൾ തോറും അല്ലെങ്കിൽ നഗരങ്ങൾ തോറും സഞ്ചരിച്ച് അവിടെയുള്ള ആളുകൾക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കുക എന്നുള്ളതാണ് മൊബൈൽ ക്ലിനിക്കിന്റെ ലക്ഷ്യം. ഡേ കെയർ സെന്റർ, അതായത് ചില എന്താ പറയാ പ്രായമായവരെയൊക്കെ നോക്കുന്ന ചില സെന്റേഴ്സ് ഒക്കെ ഉണ്ട്. അവിടെ എന്താ പറയാ ചികിത്സ മാത്രമല്ല, അവരെ കൂടുതൽ എന്റർടൈൻ ചെയ്യിപ്പിക്കുക, അല്ലെങ്കിൽ അവർക്ക് കൂടുതൽ പ്രയോറിറ്റി കൊടുത്തിട്ട് അവരുടെ കാര്യങ്ങൾ നോക്കുക എന്നുള്ളതാണ് ഡേ കെയർ സെന്റർ എന്ന് പറയുന്നത്. നൈറ്റ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ നൈറ്റ് മാത്രം പ്രവർത്തിക്കുന്ന ഹോസ്പിറ്റലാണ്. ഓക്കെ, ചില ജോലിയോടനുബന്ധിച്ചിട്ടുള്ള ചില പ്രദേശങ്ങളൊക്കെ ഉണ്ടാകും. ചില മേഖലയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് അവരുടെ ജോലി ചിലപ്പോൾ നൈറ്റ് ആയിരിക്കാം. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് മാത്രം രാത്രി മാത്രം പ്രവർത്തിപ്പിക്കുന്ന ചില ഹോസ്പിറ്റലുകളുണ്ട്. അതും എക്സ്ട്രാ മ്യൂറൽ ഫംഗ്ഷൻ. മെഡിക്കൽ കെയർ ക്യാമ്പുകൾ, അതായത് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് ഫ്രീ ആയിട്ടും അതുപോലെ തന്നെ പരമാവധി തുക കുറച്ചൊക്കെ ധാരാളം ഗ്രാമപ്രദേശങ്ങളിൽ മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കാറുണ്ട്. ഇതിലൂടെ പാവപ്പെട്ട രോഗികൾക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കുക എന്നുള്ളതാണ് ഇതിന്റെ ലക്ഷ്യം. ഓക്കെ, ക്ലിയർ ആണോ? ഞാൻ മൈക്ക് ഓൺ ചെയ്യാം, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. മൈക്ക് ഓൺ ചെയ്തിട്ടുണ്ട് കേട്ടോ. മാം, കമ്മ്യൂണിറ്റി ഹെൽത്തിന്റെ പോയിന്റ്സ് ഒന്ന് പറയുമോ? കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിന്റെ CHSC അല്ലേ? അതെ മാം. അതായത് ഇന്ത്യൻ ഹെൽത്ത് കെയർ സിസ്റ്റത്തിൽ സെക്കൻഡറി സെക്ടർ ആണ് ഈ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ എന്ന് പറയുന്നത്. സെക്കൻഡറി സെക്ടർ. പിന്നെ അതുപോലെ തന്നെ 4 PHCയെ ഒരു CHC സർവേ ചെയ്യുന്നുണ്ട്. 4 PHC. CHC serve 4 PHC. Then 1,20,000 പീപ്പിളിനെ ഇവിടെ സർവീസ് കൊടുക്കുന്നുണ്ട്. 1,20,000 ആളുകൾക്ക് സർവീസ് പ്രൊവൈഡഡ് ആണ്. Then 30 ബെഡ്സ് ഉണ്ട്.
ഓപ്പറേഷൻ തിയേറ്റർ ഉണ്ട്, ലബോറട്ടറി, എക്സ്റേ ഫെസിലിറ്റീസ്. പിന്നെ 4 മെഡിക്കൽ സ്പെഷ്യലിസ്റ്റും ഇവിടെ ഉണ്ടായിരിക്കണം. ഓക്കെ. സബ്സെന്റർ എന്ന് പറയുന്നത് ബേസിക് പ്രൈമറി കെയർ കൊടുക്കുന്ന സ്ഥാപനമാണ്. ബേസിക് മെഡിക്കൽ സർവീസ് കൊടുക്കുന്നു, ഇമ്മ്യൂണൈസേഷൻ കൊടുക്കുന്നു. 1-2 കെയർ വർക്കേഴ്സ് ആണ് അവിടെ ഉണ്ടാവുക. അതുപോലെ തന്നെ 5000 ആളുകൾക്ക് എന്ത് കൊടുക്കുന്നുണ്ട്? സർവീസ് കൊടുക്കും. ഓക്കെ ഓക്കെ ആണ്. എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം, സമയമായി. Thank you, Miss. Thank you, Miss. Thank you, ma'am. Thank you, Miss. Thank you, Miss. താങ്ക് യു. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ, ഫ്രൈഡേ കാണാം. ഓക്കെ.